ഓക്കെ എടാ മക്കളെ, അപ്പം നമ്മൾ മെറ്റാസ്പ്ലോയിറ്റബിൾ സെറ്റപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നേരെ ഗൂഗിളിൽ പോവുക. അവിടെ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, മെറ്റാസ്പ്ലോയിറ്റബിൾ 2 ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ ഈ ആദ്യം കാണുന്ന നിങ്ങൾ ഇവിടെ കാണുന്ന ലിങ്കിൽ ഞെക്കുക. അപ്പോൾ ഇവിടെ ഒരു ഡൗൺലോഡ് ലിങ്ക് കാണിക്കും, അതിൽ ഞെക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ് ആവും നമ്മുടെ ഫയൽ. അപ്പോൾ ഇവിടെ സിപ്പ് ഫയലായിരിക്കും ഡൗൺലോഡ് ആവുക. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫയൽ മാനേജറിൽ പോവുക. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സിപ്പ് ഫയൽ ഓപ്പൺ ആക്കുക. അതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് എക്സ്ട്രാക്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് എക്സ്ട്രാക്ട് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ ഡീഫോൾട്ടായുള്ള എക്സ്ട്രാക്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് എക്സ്ട്രാക്ട് വെച്ചിട്ട് എക്സ്ട്രാക്ട് ആകുന്നതോടെ വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഫയൽ എക്സ്ട്രാക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ മെറ്റാസ്പ്ലോയിറ്റബിൾ VMDK എന്ന് പറഞ്ഞൊരു ഫയൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ വെർച്വൽ ബോക്സ് എടുക്കുക. ഇവിടെ ന്യൂ ഞെക്കുക. ഇവിടെ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 എന്ന് കൊടുക്കുക. മെറ്റാസ്പ്ലോയിറ്റബിൾ 2. അപ്പോൾ മെറ്റാസ്പ്ലോയിറ്റബിൾ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കുക. OSൻ്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ലിനക്സ് സെലക്ട് ചെയ്യുക. എന്നിട്ട് OS ഡിസ്ട്രിബ്യൂഷൻ്റെ അവിടെ എന്ത് കൊടുക്കുക, ഉബുണ്ടു കൊടുത്തിട്ട് അത് 32 ബിറ്റ് ആകും. അവിടെ 62 ബിറ്റ് ആയിരിക്കും ഡീഫോൾട്ട് ആയിട്ട് കിടക്കുക. അതൊന്ന് 32 ബിറ്റ് ആക്കിയിട്ട് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് ഞെക്കുക. എന്നിട്ട് നമ്മൾ കാളി ലിനക്സിൽ സെറ്റപ്പ് ചെയ്ത പോലെ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാനില്ല. നിങ്ങൾ സ്റ്റോറേജ് ഞെക്കുക. ഇവിടെ ഡീഫോൾട്ട് ആയിട്ടൊരു സാധനം കിടപ്പുണ്ടാവും, അതൊന്ന് റിമൂവ് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ ഫയലിൻ്റെ ഇവിടെ ഒന്ന് നിങ്ങൾ പ്ലസ് ഐക്കൺ ഞെക്കുക. ഒപ്റ്റിക്കൽ ഡ്രൈവ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്റ്റിക്കൽ ഡ്രൈവ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് ബട്ടൺ ഞെക്കുക. നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയലിൽ പോയാൽ ഒന്നും കാണുന്നില്ല. ഓക്കെ, സോറി എടാ, ഒപ്റ്റിക്കൽ ഡ്രൈവ് അല്ല. നിങ്ങൾ ഇവിടെ ഈ പ്ലസ് ഐക്കൺ ഞെക്കുക. ഹാർഡ് ഡിസ്കിൻ്റെ അവിടെ ഒന്ന് ഞെക്കുക. എന്നിട്ട് ഇവിടെ ആഡ് ബട്ടൺ ഞെക്കുക. എന്നിട്ട് നിങ്ങൾ ഡൗൺലോഡ്സിൽ ഞെക്കുക. ഡൗൺലോഡ്സ് ചെല്ലുമ്പോൾ അതേ നമ്മുടെ എക്സ്ട്രാക്ട് ചെയ്ത ആ ഫയൽ കാണും. അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ metasploitable.vmdk എന്ന് പറഞ്ഞ ഫയൽ കാണും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ചൂസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് കിടപ്പുണ്ടാവും. ഓക്കെ ഞെക്കുക. ഇനി ഇപ്പോൾ നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളും കഴിഞ്ഞ് നമുക്കൊന്ന് റൺ ചെയ്ത് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റബിൾ 2 ബൂട്ടായി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊരു യുണിക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. എന്നുവെച്ചാൽ ഇതിൽ നമുക്ക് ടെർമിനൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ ഒരു എന്താ പറയുക ഒരു 3D ഇൻ്റർഫേസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് ടെർമിനൽ മാത്രമായിരിക്കും. അപ്പോൾ ഇവിടെ മെറ്റാസ്പ്ലോയിറ്റബിൾ ലോഗിൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെറ്റാസ്പ്ലോയിറ്റബിളിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള ലോഗിൻ ആണ് MSF admin. അതായത് പാസ്വേഡും യൂസർ നെയിമും MSF admin എന്ന് തന്നെയാണ്. MSF admin ഞെക്കുക. പാസ്വേഡും MSF admin ഞെക്കുക. അപ്പോൾ ഇവിടെ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്തെന്ന് എഴുതി കാണിക്കൂല. അത് ആ ഒരു വർക്ക് ആവത്താന്ന് വിചാരിക്കരുത്. ലിനക്സ് സിസ്റ്റങ്ങളിലൊക്കെയും പാസ്വേഡ് ഹൈഡ് ആയിരിക്കും. എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ലിനക്സ് സിസ്റ്റം ഇവിടെ എന്താ പറയുക ഫുൾ ബൂട്ടായിട്ടുണ്ട്. ഇപ്പം ഞാനിത് ഫുൾ സ്ക്രീൻ ഇട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എൻ്റെ IP അഡ്രസ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. IP config ഇത് IP config അല്ല, if config ആണ്. ഓക്കെ, ഇപ്പം എൻ്റെ IP അഡ്രസ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 10.2 പിന്നെ 15 കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു കാര്യം വിട്ടുപോയി. ഇതിൻ്റെ IP അഡ്രസ്സ് നമ്മൾ എന്താ പറയുക നാറ്റ് എന്ന് മാറ്റിയിട്ട് എന്ത് കൊടുക്കണമായിരുന്നു, മറ്റേ ഇതിൻ്റെ സെറ്റിങ്സിൽ ഒന്നും കൂടി പോയിട്ട് നെറ്റ്വർക്ക് എടുക്കുക. നെറ്റിലെ നാറ്റ് മാറ്റി ബ്രിഡ്ജഡ് അഡാപ്റ്റർ കൊടുക്കണം കേട്ടോ. അത് മറ്റേ നമ്മൾ ആ ഫയൽ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ചെയ്തേക്ക്. നെറ്റ്വർക്കിൽ പോയിട്ട് ഇവിടെ നാറ്റ് എന്നുള്ളത് ബ്രിഡ്ജഡ് അഡാപ്റ്റർ ആക്കി കൊടുത്തിട്ട് വേണം റൺ ചെയ്യാൻ കേട്ടോ. ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം.
ഈ ബ്രിഡ്ജ് അഡാപ്റ്റർ നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാളിയും മെറ്റാസ്പ്ലോയിറ്റബിളും ഇനി ഒരുമിച്ച് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ IP അഡ്രസ്സുകൾ സബ്നെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ബ്രിഡ്ജ് അഡാപ്റ്റർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് അല്ലാതെയും വേറെ മാർഗമുണ്ട്, പക്ഷെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മളിപ്പോൾ ബ്രിഡ്ജ് അഡാപ്റ്റർ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഒന്ന് ബൂട്ടായിട്ട് വരട്ടെ. ഓക്കെ, ഇവിടെ MSF അഡ്മിൻ വെച്ച് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ഒന്ന് IP അഡ്രസ് നോക്കാവേ. ഇപ്പോൾ IP അഡ്രസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ IP അഡ്രസ്സിന് ഇവിടെ എന്തോ ഇഷ്യൂ വന്നിട്ടുണ്ട്. IP അഡ്രസ് കാണിക്കുന്നില്ല. അതൊന്ന് ബൂട്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇതായി വന്നു കഴിഞ്ഞാൽ ശരിയായിക്കോളും. അപ്പോൾ ഇത്രയുള്ള മെറ്റാസ്പ്ലോയിറ്റബിളുടെ സെറ്റപ്പും കാര്യങ്ങളും. അപ്പോൾ ഇതൊന്ന് മെറ്റാസ്പ്ലോയിറ്റബിൾ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട് നിങ്ങൾ വരിക. ഓക്കെ.